കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ബജറ്റ് ശുദ്ധമായ തട്ടിപ്പാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. കാരണം എന്തെന്നാൽ കേരളത്തിൽ എയിംസ് കൊണ്ടുവരും, പിന്നെ മെഡിക്കൽ കോളേജുകളെല്ലാം മെച്ചപ്പെടുത്തും, ചികിത്സാ സൗജന്യമെല്ലാം മെച്ചപ്പെടുത്തും എന്ന് പറഞ്ഞ കേരള സർക്കാരുകൾ ഇവിടെ എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായിട്ടും ഒന്നും കൊണ്ടുവരാതെയാണ് ഇരിക്കുന്നത്. BJPയും CPMഉം അതിവേഗ റെയിൽവേ പാത കൊണ്ടുവരുമെന്ന് പറഞ്ഞ ബജറ്റിൽ പറഞ്ഞ CPM ഇപ്പോൾ ഇരുട്ട് തപ്പുകയാണ്. അപ്പോൾ അതിവേഗ റെയിൽവേ കൊണ്ടുവന്നു, സിൽവർ ലൈൻ മാറ്റി അതിവേഗ റെയിൽവേ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. കേന്ദ്ര ബജറ്റിൽ നിന്നും കേരളത്തിന് ഒരു ചുക്കുമില്ല, ചുണ്ണാമ്പുമില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ BJPക്കും CPMനും ഇവിടെ വോട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ജനങ്ങളെ പറ്റിക്കുന്ന ഒരു തന്ത്രമാണ് നടത്തുന്നത്. മറ്റുള്ള സ്റ്റേറ്റുകളെ ആന്ധ്രയ്ക്കും ബീഹാറിനും മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇവിടെ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ പിന്നെ 28 സംസ്ഥാനങ്ങളിൽ 2 സംസ്ഥാനങ്ങൾക്ക് കാര്യമായി വാരിക്കോരി കൊടുക്കുകയും ഭരണം നിലനിർത്താൻ വേണ്ടി നരേന്ദ്രമോദിയും ചെയ്യുകയാണ് ചെയ്യുന്നത്. CPM എന്നാണ് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് തേടാമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഒരു മേഖലയിലും പണമില്ല, എല്ലാം കടമെടുത്ത് ദുഷ്കരമായിരിക്കുകയാണ്. കിഫ്ബിയിൽ നിന്നാണ് കടമെടുക്കുന്നത്. കിഫ്ബിയിൽ കടമെടുത്ത് 5,40,000 കോടിയായി. അപ്പോൾ അത് മനസ്സിലാക്കിയ ജനം കോൺഗ്രസിനോടൊപ്പം നിന്ന് കോൺഗ്രസിനും UDFനും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു. ഈ പരിപാടി കണ്ട് ലൈക്കടിച്ച് ഷെയർ ചെയ്ത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവ കണ്ട് ലൈക്കടിച്ച് ഷെയർ ചെയ്യണമെന്ന് വിനയ പ്രശ്നം അഭ്യർത്ഥിക്കുന്നു.